ഡിവൈഎഫ്ഐ സ്ഥാപിച്ച ടിപ്പു സുൽത്താന്റെ കട്ടൌട്ട് നീക്കം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മംഗളൂരു ഹരേക്കളയിൽ സംഘർഷാവസ്ഥ. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 6 അടി നീളമുള്ള കട്ടൌട്ടാണ് ഡിവൈഎഫ്ഐ സ്ഥാപിച്ചത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഈ കട്ടൌട്ട് നീക്കം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നത്. +2 ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ? സഹായത്തിന് ഞങ്ങളുണ്ട്. 20 വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം www.admissionmangalore.com. മൊബൈൽ 8881000222. ഡിവൈഎഫ്ഐ കർണാടക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പ്രചാരണ ബോർഡുകളും കട്ടൌട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മംഗളൂരു ഹരേക്കലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടിപ്പു സുൽത്താന്റെ കട്ടൌട്ട് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവുമായി കൊണാജെ പോലീസ് എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയുടെ ഹരേക്കള യൂണിറ്റ് പ്രസിഡന്റിനാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആവശ്യമായ അനുമതി എടുക്കാതെയാണ് കട്ടൌട്ട് സ്ഥാപിച്ചതെന്ന് നോട്ടീസിൽ പറയുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം കട്ടൌട്ട് എടുത്തു മാറ്റണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. അതേസമയം പോലീസ് നടപടിയെ അപലപിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോട്ടിച്ചെന്നയ്യ, ബസവണ്ണ, മഹാത്മാഗാന്ധി, അംബേദ്കർ, കാറൽ മാക്സ്, ചെഗുവേര, ഭഗത് സിംഗ്, റാണി അബ്ബാക്ക, ശ്രീനാരായണ ഗുരു, സുഭാഷ് ചന്ദ്രബോസ്, കുവെംപു തുടങ്ങിയ നേതാക്കളുടെ കട്ടൌട്ടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ കട്ടൌട്ട് മാത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. സമ്മേളനം കഴിയുന്നതുവരെ ഒരു കാരണവശാലും കട്ടൌട്ട് നീക്കം ചെയ്യില്ലെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. ഡിവൈഎഫ്ഐയുടെ 12ാമത് കർണാടക സമ്മേളനം മംഗളൂരുവിൽ 25 മുതലാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.